ആ എടാ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാല് ആ കോൺട്രാക്ടറിന്റെ മേളില് എപ്പോഴും ഒരു കണ്ണു വേണം. കാരണം അവൻ ആളൂടായിപ്പാണ്. അല്ലാതെ അയാളാ ആ പരിപാടി ഒന്നും വേണ്ട. നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞ ചാക്കിലാക്കണ ജാതിയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ആ പണിക്കാരൻ തോമസില്ലേ അതിനോട് പറഞ്ഞാൽ മതി. അവൻ നല്ല മര്യാദക്കാരനും ആത്മാർത്ഥമുള്ളവനാണ് കേട്ടാ. ഓക്കെ. അപ്പൊ അതിനൊന്നും വെച്ച് താമസിപ്പിക്കണ്ട. ഇറങ്ങാനുള്ള പരിപാടി നോക്കിയോ. ഇറങ്ങാൻ നിക്ക. അയ്യോ നിങ്ങൾ പോവാണോ? എന്തിട്ട് എടാ ഇവര് ഇവിടന്ന് പോകുന്നേ ഉള്ളൂ. ഇവര് കുഴപ്പമില്ലാത്തുണ്ടാവും. സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പണി നടക്കാനുള്ള. അപ്പൊ ഇവരോട് ഒന്ന് അവിടെ ചെന്ന് നിക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇവന്മാർ രണ്ടുപേരാണെങ്കിൽ നല്ല ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും. നിന്നെ പോലെ തന്നെയാ. നിന്നെ പോലെ തന്നെ. നിന്നെ പോലെ എന്ത്? എന്നെ പോലെ ആണെങ്കിൽ ഹുമാരെ വെറുതെ നമ്മള് ഈ പണിയൊക്കെ ഏൽപ്പിക്കണോ? അല്ല കുഴപ്പമില്ല, അവര് നല്ല സൂപ്പറായിട്ട് ചെയ്യും. ഇവരോടെ താമസിക്കും. എടാ എല്ലാ റൂമുകളിലും സാധനങ്ങൾ ഇട്ടിട്ടില്ല. ആ തെക്കേറ്റത്തെ റൂമില്ലേ മറ്റേ ഒരു മതില് മാത്രം നീല പെയിന്റ് അടിച്ചു. അത് ഫ്രീ ആണ്. അപ്പൊ ഇവരവിടെ താമസിച്ചോളും. ഇവരിറങ്ങണ്ട. പിന്നെ അവനെ കൊണ്ടിടക്ക് വീട്ടിലോട്ട് വന്നോട്ടാ. ഓ ഉറപ്പായിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരണ്ട വരും. നമ്മുടെ പാട്ട് പരിപാടി നടന്നില്ലട്ടാ. ഞങ്ങൾ ഏറ്റെടുത്ത പരിപാടി ആദ്യമായിട്ടാണ് മുടങ്ങണത്. അതെന്റെ ഭാഗ്യം. കുഴപ്പമില്ല, നിങ്ങൾ ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഇങ്ങ് പോന്നാ മതി. നമുക്ക് ഒന്ന് അടിച്ച് പൊളിക്കാം. എന്ത് പറയണ? പൊളിച്ചെടുക്കാം. അമ്മൂമ്മേ ഇടക്കാങ്ങാട്ടൊക്കെ ഇറങ്ങണോട്ടാ. ഉറപ്പായിട്ടും വരും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു സങ്കടം. സാരമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പൊളിക്കാം. പിന്നെന്താ കൂടാ. ഓക്കെ കേശു. നമ്മുടെ മാമനെ മര്യാദക്ക് നോക്കിക്കോളണോട്ടാ. എന്താടാ എന്റെ മര്യാദക്ക് നോക്കാൻ? ഞാൻ വല്ല കൊഴുകുഞ്ഞാണാ? അതല്ല മാമ, ഞങ്ങൾക്ക് ആകെ ഒരു ഒറ്റ ദൈവമുള്ളു. അതായിരുന്നു പുൽപ്പുളം ജനാർദ്ദനൻ. ദൈവമേ, അത് ഞാനല്ലേ? എന്നെ പിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചോണല്ലോ. അതല്ല, ദൈവത്തിന്റെ ഭാര്യയാകുമ്പോ ദേവിയാവൂല. അമ്മായി ഞങ്ങളുടെ ദേവി. സമാധാനായല്ലോ. മതിയാക്ക് വിട്ടുപോവാ നോക്ക്. അതല്ല മാമ, മാമനല്ലേ ഞങ്ങളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച് ഇതുവരെയൊക്കെ ആക്കിയത്. എന്റെ പൊന്നെ തുടങ്ങി. എടാ എന്തിനാണ് ഇത് എപ്പോഴും ഇങ്ങനെ പറയണത്? എടാ മക്കളെ, നിങ്ങൾ എത്രാമത്തെ വട്ടം ഇത് പറയണത്? ഞാനോ കേട്ട് കേട്ട് ബോറടിച്ചു. ഇനി ഇവിടെ ഉള്ളവരെയും കൂടെ ബോറടിപ്പിക്കണ്ട. കണ്ടാ, ചിലർക്ക് അത് കേട്ട് കേട്ട് ബോറടിച്ചു തുടങ്ങി. ഇനി അത് പറയല്ലടാ. മാമനെപ്പോഴും പറയാൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതടക്ക് പറയണത്. ഞാൻ എപ്പോഴാടാ നിങ്ങളോട് പറയാൻ പറഞ്ഞത്? ചുമ്മാ പറഞ്ഞാണ്. മാമൻ വെറുതെ പേടിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ? എടാ ചുമ്മാ സംസാരിച്ച സമയം കളയാതെ ഇറങ്ങിക്കേ. അല്ല, ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും സമയം. ഇറങ്ങിക്കോ. എന്തിനാ ഇവരിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. അതെ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി നടത്തണം കേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അമ്മാനെ വിളിക്കും, അല്ല സിദ്ധുച്ചേട്ടനെ വിളിക്കണം കേട്ടാ. സിദ്ധുവിനെ വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. ഓക്കെ പോയിട്ടോ. ശരി. ഒരു മിനിറ്റ് ഇറങ്ങല്ലേ. ഇതെന്താ സ്റ്റിക്കറാ? ഇത് കുഞ്ചിച്ചേട്ടൻ, ഇത് രഞ്ജിച്ചേട്ടൻ. ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒട്ടിച്ചു. അത് കൊള്ളാല്ല. അമ്പടി കേവി. ഇനി സത്യം പറയട്ടെ, ഞങ്ങൾ ഈ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചേച്ചി. ഇനി പറ, ആരാണ് രഞ്ജു, ആരാണ് കുഞ്ചു? ഇത് രഞ്ജു. അല്ല, ഞാനാണ് കുഞ്ചു മാമി. ഞാനാണ് രഞ്ജു. ഓ എടാ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്ട് പോകാൻ നോക്കടാ നിങ്ങള്.